ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ ഇൻ്റർനാഷണൽ യാത്ര തുടരുന്നുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട മാതിരി തന്നെ വിയറ്റ്നാമിലാണ്. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം പോകുമ്പം ബാംഗ്ലൂരിൽ നിന്നും ഡയറക്റ്റ് നമുക്ക് ഫ്ലൈറ്റ് ഇല്ല. അപ്പം നമ്മൾ ആദ്യം കൊൽക്കത്ത പോകുന്നു. കൊൽക്കത്തയിൽ നിന്നാണ് നമ്മൾ പിന്നെ ഹോച്ചിമിൻ അല്ലെങ്കിൽ വിയറ്റ്നാമിലേക്കോട്ട് പോകുന്നത്. അപ്പം ഈ ട്രാവൽ സീരീസിൽ ഞങ്ങൾ നിങ്ങളുടെ ഫുൾ, അതായത് വിയറ്റ്നാമിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും, നിങ്ങൾ പോകുമ്പം നിങ്ങൾക്ക് എങ്ങനെ വീസ എങ്ങനെ അപ്ലൈ ചെയ്യണം, നിങ്ങൾ എങ്ങനെ ഫ്ലൈറ്റിൻ്റെ റെഗുലേഷൻസ്, പിന്നെ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എന്താ ക്യാഷ്, എന്താ ഫുൾ കംപ്ലീറ്റ് നമ്മുടെ ബാലി സീരീസ് അല്ലെങ്കിൽ അതെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞങ്ങൾ ഈ ട്രാവൽ സീരീസോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ പിന്നെ നേരങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് നിതിൻ. വെൽക്കം ബാക്ക് ടു ചാനൽ. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഡൊമസ്റ്റിക് ഇൻഡിഗോ ഫ്ലൈറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇൻഡിഗോൻ്റെ ടെർമിനലിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 3 മണിക്കാണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം നമ്മൾ ഏകദേശം 1 മണിക്ക്, ഡൊമസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ 1 മണിക്ക് വന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഡൊമസ്റ്റിക്കിനകത്ത് ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ഒരുപാട് ഇലക്ട്രോണിക്സ് ഉണ്ടല്ലോ, കുറെ നേരം അവിടെ തന്നെ വെറുതെ അങ്ങ് പോയി. നമ്മൾ കുറെ ടൈം സ്പെൻഡ് ചെയ്തു. അതിനകത്ത് തന്നെ ഒരു 2-3 ബാഗിലെങ്ങാണ്ട് വെച്ചതായിരുന്നു. അവര് 4 പെട്ടിക്കകത്ത് ബോക്സിനകത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും അതിനെ ഡിവൈഡ് ചെയ്തു. അങ്ങനെയൊക്കെ കുറെ പണിയായിരുന്നു. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം ഡ്രോൺ ഒക്കെ ക്യാരി ചെയ്യുന്നുണ്ട്. ബാലി സീരീസിന്റെ മാതിരി തന്നെ ഞങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ വിയറ്റ്നാമിലേക്കോട്ട് വരുവാണെങ്കിൽ നേരത്തെ വീസ എടുക്കണം. അവർ വീസ ചെക്ക് ചെയ്യുന്നുണ്ട്. വീസ മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ, വേറെ ചെക്കിങ്സോ അങ്ങനത്തെ പരിപാടികളോ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ വരുമ്പം ലോഞ്ചിൽ കയറിയിരുന്നു. പെട്ടെന്ന് കയറിയിട്ട് ഇറങ്ങിയതാണ്. വാളുവിൻ്റെ ഫസ്റ്റ് ടൈം വിസിറ്റ് ആയിരുന്നു ലോഞ്ച്. ഒന്നും നേരം വേണം കണ്ടൊന്നുമില്ല. 5-10 മിനിറ്റ് എങ്ങാനും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഫുഡും കഴിക്കണം. കഴിച്ചതൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ലോഞ്ചിൻ്റെ ഇച്ചിരി വിഷ്വൽസ് നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം. ഞങ്ങളപ്പോൾ ഇപ്പം ലോഞ്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ചെക്ക് ഇൻ കഴിഞ്ഞു. ഇപ്പം കൊൽക്കത്തയിലേക്കോട്ട് പോകുക. ഇപ്പം ലോഞ്ച് തപ്പി ഇറങ്ങിയതാണ്. ഞങ്ങളങ്ങനെ കൊൽക്കത്തയിലെത്തി. ഇപ്പം നമുക്ക് നമ്മുടെ ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് 8:30-ക്കാണ്. ബോർഡിംഗ് പാസ് നമുക്ക് കൈ കിട്ടി. അപ്പം ബോർഡിംഗ് പാസ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് റീചെക്കിൻ്റെ ആവശ്യം വരത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇവിടുന്ന് ചോദിക്കാം, നമ്മുടെ ബാഗ് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യണോ അതോ നമുക്ക് അവിടെ തന്നെ വിയറ്റ്നാമിൽ നിന്ന് തന്നെ എടുത്താൽ മതിയോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അറിഞ്ഞിടത്തോളം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വിയറ്റ്നാമിൽ നിന്ന് തന്നെ എടുക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി ഇവിടുത്തെ എന്തോ പരിപാടി, ഏത് ഗേറ്റിലാണ് പോകേണ്ടത്. അപ്പം ഞങ്ങളിവിടെ കൊൽക്കത്തയിൽ നമ്മുടെ ഇനി ഫ്ലൈറ്റ് ഇനി 8:30-ക്കാണ്. മറ്റ് ലോഞ്ചോ നമുക്ക് ശരിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. നമുക്ക് ഡി ലോഞ്ചിൽ നമുക്ക് കയറാൻ പറ്റുമോ? വിശക്കുന്നുണ്ട്. ഇവിടുന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് നല്ല വൃത്തിക്കൊന്ന് കഴിക്കണം. നോക്കട്ടെ, ഫിംഗേഴ്സ് ക്രോസ്. ഇപ്പം സമയം 5:45 ആയിട്ടുണ്ട്. 15 മിനിറ്റ് ലേറ്റാണ് നമ്മൾ. അത് അവിടുത്തെ തിരക്ക് കാരണം. കൊൽക്കത്ത എയർപോർട്ട് നല്ല ശോകമാണ് കേട്ടോ. എനിക്ക് കണ്ടിട്ട് കരച്ചിൽ വരുന്നു. ഇത് മൊത്തം പണി അത് ഇതൊക്കെ നമ്മുടെ എനിക്ക് കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഭയങ്കര ശോകം. നമ്മുടെ ബാംഗ്ലൂരോ കൊച്ചി എയർപോർട്ടോ അതുപോലെ ഇവരൊന്നും അല്ല. നല്ല ശോകമാണ്. എന്നാലും നമുക്ക് കാണിച്ചു തരാം, നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരട്ടെ.
അങ്ങനെ കൊൽക്കത്തയിൽ വെച്ച് ഞങ്ങളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു. ജസ്റ്റ് നമ്മുടെ വീസ ചോദിച്ചു, വേറെ ഒന്നും ചോദിച്ചില്ല. വീസ രണ്ടിടത്ത് ചോദിച്ചു. ഒന്ന് ഇൻഡിഗോക്കാർ ചെക്ക് ചെയ്യും, പിന്നെ ഒന്ന് നമ്മുടെ ഇമിഗ്രേഷൻകാർ ചെക്ക് ചെയ്യും. രണ്ടുപേരും ചെക്ക് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിനിയിപ്പം നമ്മുടെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിലേക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുണ്ടല്ലോ അങ്ങനെ ഇമിഗ്രേഷനും ബോർഡിങ്ങും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഇതിനു മുന്നേ ഞങ്ങൾ ലോഞ്ചിൽ പോയിരുന്നു. ലോഞ്ചിലെ വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം. പക്ഷേ ഇവിടെ ഇമിഗ്രേഷനിൽ അങ്ങനെ നമ്മളോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല അല്ലേ? ഒന്നും ചോദിച്ചില്ല. വീസ മാത്രം ചോദിച്ചിരുന്നു. വീസ ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് ഹാർഡ് കോപ്പി വേണമെന്നില്ല, ഫോണിൽ കാണിച്ചാലും മതി. പക്ഷേ അത് നല്ല തറോ ആയിട്ട് ചെക്ക് ചെയ്യും കേട്ടോ. വീസ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ നിങ്ങളുടെ എന്താ പറയുക എക്സ്പയറിയും പിന്നെ പാസ്പോർട്ട് നമ്പറും എല്ലാം ഒരു നല്ല, എനിക്കൊന്ന് നമ്മുടെ ഒരു 2-3 വട്ടം ചെക്ക് ചെയ്തിരുന്നു. പക്ഷെ ഒന്നും ചോദിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ചെക്ക് ചെയ്ത് വിട്ടതേ ഉള്ളൂ. അതെ, ജസ്റ്റ് ചെക്ക് ചെയ്ത് വിട്ടു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ഹോട്ടൽസോ അങ്ങനത്തെ വേറെ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല. പിന്നെ ഇൻഷുറൻസോ വേറെ എന്ത് ഡീറ്റെയിൽസ് ആയിട്ടോ ഒന്നും ചോദിച്ചിട്ടില്ല. കോവിഡിൻ്റെ ഒന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങളുണ്ടല്ലോ അപ്പം ഈ സീറ്റ് എടുത്തപ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് വെബ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വരും. അതായത് നിങ്ങൾക്ക് പൈസ കൊടുത്ത് കയറണോ അതോ പൈസ എടുത്ത് നിങ്ങൾ സീറ്റ് സെലക്ട് ചെയ്യണമെന്നൊക്കെ. ഇപ്പോൾ ഞങ്ങളൊരു ടിപ്പ് നിങ്ങൾക്ക് തരാമെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ ചെക്ക് ഇൻ ചെയ്യുക. അതായത് വെബ് ചെക്ക് ഇൻ അല്ല, നിങ്ങൾ നേരത്തെ എത്തിയിട്ട് അവിടെ നിങ്ങൾ അവിടുത്തെ ചെക്ക് ഇൻ ചെയ്യുന്ന ആളോട് പറയുക ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള സീറ്റ് തരാമോ. അപ്പോൾ അവരോട് ഇച്ചിരി നല്ല സൗമ്യമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു നല്ലൊരു സീറ്റ് ഫ്രീ ആയിട്ട് തന്നെ തരും. നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. വിൻഡോ സീറ്റും അടുത്തടുത്ത് കിട്ടും, പിന്നെ വിൻഡോ സീറ്റും കിട്ടും. അപ്പം നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. നേരത്തെ ചെല്ലുക എയർപോർട്ടിൽ. നേരത്തെ എയർപോർട്ടിൽ ചെന്നിട്ട് നേരത്തെ വെബ് ചെക്ക് ഇൻ ചെയ്യരുത്. നേരത്തെ പോയിട്ട് അവിടുന്ന് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുക. അപ്പം അതൊരു ടിപ്പാണ്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഞങ്ങൾ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഇച്ചിരി കൂടി ബെനിഫിറ്റ് ഞങ്ങൾക്ക് നല്ലൊരു പ്രയോറിറ്റിക്കകത്ത് തന്നെ കിട്ടി. ഇപ്പം വിയറ്റ്നാമിലേക്കോട്ടുള്ള വീസ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ ഞാനതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതായത് ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ട് തരാം. ഒരു ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പം ഈ ലിങ്ക് ഗൂഗിൾ ക്രോമിൽ ഓപ്പൺ ചെയ്യരുത്, ഫയർഫോക്സിൽ ഓപ്പൺ ചെയ്യണം. ഗൂഗിൾ ക്രോമിൽ നല്ലോണം പ്രശ്നമാണ്, ലാഗ് ഉണ്ട്, പ്രശ്നമുണ്ട്. അപ്പം നിങ്ങൾ ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ സഫാരി ട്രൈ ചെയ്തില്ല, ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്യുക. ഫയർഫോക്സ് വഴി നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് എളുപ്പമാവും. പിന്നെ അതല്ലാതെ നിങ്ങൾ മിനിമം ഒരു 4 ആഴ്ച മുന്നേ എങ്കിലും അപ്പോഴുണ്ടല്ലോ നിങ്ങൾക്ക് വീസ അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 4 ആഴ്ച മുന്നേ എങ്കിലും അപ്ലൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീസേൻ്റെ ചിലവ് നമുക്ക് എത്ര ആയത് 2500 രൂപയാണ്. എക്സാക്ട് ഓർമ്മയില്ല. ഇപ്പം നിങ്ങൾ കാണാം, നമുക്ക് ഓർമ്മ വരുന്നില്ല എത്രയാണ് എമൗണ്ട് എന്ന്. പക്ഷെ 4 ആഴ്ച മുന്നേ എങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. വിയറ്റ്നാമിൽ ഞങ്ങൾ കണ്ടെടുത്തോളം കുറേ ഹോളിഡേയ്സും കുറേ ലീവ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നിങ്ങളുടെ വീസ ഡിലേ ആവും. അപ്പോൾ മിനിമം 4 വീക്സ് മുന്നേ എങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സമയത്തിന് തന്നെ കിട്ടും. വിയറ്റ്നാമിൻ്റെ വീസേൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് ഫോളോ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ക്വിക്കായിട്ട് നിങ്ങളെ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം എന്തൊക്കെ ആ ഫോമും ആ സൈറ്റും എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം കാണാം. കൊൽക്കത്തയിൽ നിന്ന് ഏകദേശം 3.5 മണിക്കൂറാണ് കേട്ടോ. 3.5 8:15 ഇപ്പോൾ ഇന്ത്യയിൽ രാത്രി 8:15. അവിടെ എത്തുമ്പം 1:40, അവിടുത്തെ 1:40 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്ന് ഏകദേശം ഒരു 3-3.5 മണിക്കൂറിനകത്ത് എത്തണമെന്ന് തോന്നുന്നു. അപ്പം 1:40. അപ്പം അവിടെ ചെന്നിട്ട് ഞങ്ങൾ എങ്ങനെ ക്യാബ് ബുക്ക് ചെയ്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉടനെ കാണാം. ലോഞ്ചിൽ നിന്ന് നല്ലോണം ഞങ്ങൾ ആഹാരം കഴിച്ചിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റാത്തത് ഇപ്പം നല്ലോണം മുതലാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ലോഞ്ചിൽ ആക്ച്വലി നന്നായിട്ട് 1 മണിക്കൂർ ഞങ്ങൾക്ക് സമയം കിട്ടി. ഞാനാണെങ്കിൽ വിശന്നിരിക്കുമായിരുന്നു. ബാംഗ്ലൂർ ലോഞ്ചിൻ്റെ അത്രയും വലുതല്ല, ചെറുതാ.
പക്ഷെ ഫുഡ് രണ്ടിടത്തും ഒരുപോലെ തന്നെയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ ബിരിയാണിയും റൈസൊക്കെ എടുത്തിട്ട് കഴിച്ചിരുന്നു. ഏട്ടൻ കഴിച്ചേ? ഞാനത് ചിക്കൻ ബിരിയാണി 3-4 വട്ടം പോയി എടുത്തു, കുൽച്ച എടുത്തിരുന്നു. അങ്ങനെയൊക്കെ കുറേ ലൗഞ്ചിൽ നിന്ന് നല്ലോണം ആഹാരം തട്ടി വിശപ്പ് മാറാനുള്ളതൊക്കെ കഴിച്ചു. ഇനിയിപ്പം നാളെ രാവിലെ ആവണ്ടേ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുവരേക്കും ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ ഫാലിമി ഡൗൺലോഡ് ചെയ്തിരുന്നു. ഫാലിമി ഡൗൺലോഡ് ചെയ്ത് ഇപ്പം അത് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ കണ്ടിട്ടില്ല, അതിപ്പം കണ്ടുകൊണ്ടിരിക്കുക. പിക്ചർ നേരത്തെ ഒരു അരമണിക്കൂർ കണ്ടിരുന്നു, എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഫാലിമി പിക്ചർ കണ്ടുവരും, താഴെ കമന്റ് അടിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. പറഞ്ഞതാ നമുക്ക് ഒരുമിച്ച് കാണാം. അപ്പം ഞാൻ കാണുന്നില്ല മാളെന്ന് പറഞ്ഞല്ലേ, ഇപ്പം എന്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പടമാണ്. കണ്ടവര് പിക്ചർ കണ്ടവര് താഴെ കമന്റിൽ പറഞ്ഞറിയിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നോ ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ, നിങ്ങളുടെ എന്തായിരുന്നു ഒപ്പീനിയൻ. ഞങ്ങളങ്ങനെ വിയറ്റ്നാമിലെ ഇമിഗ്രേഷനും കഴിഞ്ഞു. ഒരു സിം കാർഡും എടുത്തു. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇപ്പോൾ സമയം രാവിലെ 2:10 ആയിട്ടുണ്ട്. ഞങ്ങളെ ഇമിഗ്രേഷന് ഞങ്ങൾക്കൊരു മേബി ഒരു 10-15 മിനിറ്റ്സ് എടുത്തതേ ഉള്ളൂ. ക്യാമറ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. വീസ ഉണ്ടായതുകൊണ്ട് ഭയങ്കര സിമ്പിൾ പ്രോസസ്സായിരുന്നു. അവർ ജസ്റ്റ് നമ്മുടെ വീസ പോലും നോക്കിയില്ല. പാസ്പോർട്ട് വാങ്ങിച്ചു, ബോർഡിംഗ് പാസ് എടുത്തു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും നോക്കിയിട്ടില്ല. സിം കാർഡ് നിങ്ങളിപ്പം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. സിം കാർഡ് നമ്മൾ ഇവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ എടുത്തു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലൂക്കിലും പിന്നെ ഞങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചുണ്ടല്ലോ ഇച്ചിരി 10, 200, 300 രൂപ ചിലപ്പം കുറവായിരിക്കും വെളിയിൽ. പക്ഷേ നിങ്ങൾ ആ സമയം സ്പെൻഡ് ചെയ്യുന്ന ഈ സിം കാർഡിൻ്റെ പുറകെ പോയി തപ്പി സിം കാർഡ് വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു സമയം ഞാൻ പറഞ്ഞിട്ട് ആ 300-400 രൂപ വർത്തിട്ടല്ല. അപ്പം ഒക്കുമെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് തന്നെ എടുക്കുക. ബട്ട് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഞങ്ങൾ സിം കാർഡ് എയർപോർട്ടിൽ നിന്ന് തന്നെ എടുത്തു. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് 3 ലക്ഷം രൂപയായി. 3 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപ സിമ്മിന്. അൺലിമിറ്റഡ് ആണ്, 150 GB സ്പീഡുണ്ട്. വിയറ്റലിൻ്റെ സിമ്മാണ്. സിം യൂസ് ചെയ്തിട്ട് നിങ്ങളോട് പറയാം എങ്ങനെയുണ്ട് സിമ്മിൻ്റെ റിവ്യൂ എങ്ങനെ ഉണ്ടെന്ന്. വന്നിറങ്ങി ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ പറയായിരുന്നു തായ്ലാൻഡിലും മാൽദീവ്സിലൊക്കെ പോകുമ്പോൾ എന്തൊക്കെയായിരുന്നു. ബാലിയിലും വേണ്ടിയില്ലായിരുന്നു. പക്ഷെ ആദ്യത്തെ തവണ തായ്ലൻഡിൽ പോയപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ തന്നെ എന്തായിരുന്നു ഫില്ല് ചെയ്ത് ഫ്ലൈറ്റിലിരുന്നുകൊണ്ട് ഫില്ല് ചെയ്തതൊക്കെ ഭയങ്കര ക്യൂവും ഒക്കെ ആയിരുന്നു. ഇത് ഞങ്ങൾ പെട്ടെന്ന് ഫ്രണ്ടിൽ തന്നെ അങ്ങനെ കയറിയിട്ട് മുന്നോട്ട് ഇറങ്ങി വന്നു. പിന്നെ സിം എടുത്തു. ഇപ്പം ക്ലൂക്കിൻ്റെ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി റൂമിൽ പോകണം, കിടന്നുറങ്ങണം. രാവിലെ ആയി, 2 മണിയായി, എഴുന്നേൽക്കണം. ഞങ്ങളുണ്ടല്ലോ വിയറ്റ്നാമിൽ വന്നിരിക്കുന്ന ആദ്യത്തെ എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുന്ന ഹോച്ചിമിൻ സിറ്റിയിലാണ്. അതിനൊരു കാരണമുണ്ട്, അതിനൊരു റീസൺ ഉണ്ട്. അത് പതുക്കെ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ചിലപ്പോൾ ഈ വീഡിയോയിലായിരിക്കത്തില്ല, അടുത്ത വീഡിയോയിലായിരിക്കും. അപ്പം വീഡിയോ മിസ്സാവാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. എന്തുകൊണ്ട് ഞങ്ങൾ ഹാനോയ് പോയില്ല, എന്തുകൊണ്ട് ഞങ്ങൾ ഹോച്ചിമിൻ സിറ്റി വന്നു, അതിനകത്തൊരു ഒരു കാരണമുണ്ട്. ആ കാരണം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഈ വീഡിയോയിൽ അതിന് സസ്പെൻസായിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ പലരും മിസ്സാവുന്ന ഒരു കാര്യമാണ്. അത് മിക്ക വ്ളോഗേഴ്സോ മിക്ക യൂട്യൂബ് ചാനൽസോ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഞങ്ങൾ ട്രയൽ ആൻഡ് എററിൽ കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞുതരാം എന്തുകൊണ്ട് ഞങ്ങൾ ആദ്യം ഹോച്ചിമിൻ സിറ്റിയിൽ വന്നു ഹാനോയ് പോകുന്നതിന് പകരം. അപ്പം വീഡിയോ സീരീസ് ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഹോച്ചിമിൻ സിറ്റിയിലാണ്. നമ്മളെ ഹോട്ടൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഇപ്പോൾ ക്ലൂക്ക് വഴിയാണ് ഞങ്ങൾ ടാക്സി ബുക്ക് ചെയ്തിരിക്കുന്നത്. ടാക്സി വരുത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്തപ്പോൾ ക്ലൂക്കിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്നും നമ്മുടെ ഹോട്ടൽ വരെ 899 റുപ്പീസാണ് ആയത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പം ഞങ്ങൾ സ്വന്തമായിട്ട് റൂം ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് റൂം ചെക്ക് ഇൻ ചെയ്തെന്ന് പറഞ്ഞപ്പം ഡോറിൽ ആരുമില്ല. നമ്മൾ വന്നു, അവർ നമുക്കൊരു കോഡ് തന്നു. മെയിൻ ഡോറിൽ കോഡ് തന്നു. കോഡ് എൻ്റർ ചെയ്തു. അകത്ത് കയറി. റൂമിൻ്റെ ചാവിയില്ല. റൂമിൻ്റെ ചാവി എന്ന് വെച്ചാൽ ഓരോ റൂമിൻ്റെ മുൻവശത്ത് അവരിങ്ങനത്തെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് ഒരു കോഡുണ്ട്. ആ കോഡ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ഓപ്പൺ ആകത്തുള്ളൂ. ഇതിനകത്ത് അവർ ചാവി വെച്ചേക്കുന്നത്. എന്നിട്ട് നമ്മളിത് അടയ്ക്കുക. പിന്നെ നമ്മൾ തന്നെ ചെക്ക് ഇൻ ചെയ്യുക. നമ്മൾ തന്നെ റൂമെന്ന് വെച്ചാൽ ഭയങ്കര ബേസിക് റൂമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര വിലക്കുറവിലാണ് കിട്ടിയത്. 303 ലിഫ്റ്റില്ല. അപ്പം
പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ പെട്ടിയൊക്കെ ഞങ്ങൾ കയറ്റിക്കൊണ്ട് വന്നു, കുഴപ്പമില്ല. കയറുമ്പോഴേ നിങ്ങൾക്ക് പറഞ്ഞില്ല ബേസിക് റൂമാണ്. കയറുമ്പോഴേ ഒരു വലിയൊരു മിററുണ്ട്. പിന്നെ വാഷ്റൂമുണ്ട്. പ്രത്യേകത എന്ന് വെച്ചാൽ വാഷ്റൂമിൽ ഡോറില്ല. അപ്പം പ്രൈവസി, ഭയങ്കരമായിട്ട് പ്രൈവസി ഇഷ്ടപ്പെടുന്നവർക്ക് ഡോറാണ് പറ്റിയ റൂമല്ല. ബാത്റൂമാണ്. ബാത്റൂം ഏകദേശം ഓക്കെ, ഡീസൻറ്റ് ബാത്റൂം തന്നെ, ക്ലീനാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയണമല്ലോ, റൂം നല്ല വൃത്തിയുണ്ട്, നല്ല ക്ലീനാണ്. എന്നിട്ട് ഒരു വലിയ ബെഡുണ്ട്, ബെഡും പിന്നെ ഒരു കബോർഡും AC ഉണ്ട്. കബോർഡിനകത്ത് അത്യാവശ്യം സ്ഥലമുണ്ട്. ഡ്രയറും തന്നിട്ടുണ്ട്, ഇച്ചിരി ഹാങ്കേഴ്സും ഉണ്ട്. TV ഉണ്ട്, 2 ബോട്ടിൽ വെള്ളമുണ്ട്, പിന്നെ ടോയ്ലറ്റ് പേപ്പറുണ്ട്, പിന്നെ നമുക്ക് വെള്ളം ചൂടാക്കാൻ കെറ്റിലും ഉണ്ട്. എനിക്കൊന്ന് ബേസിക് റൂം, ഒരു ടേബിളും ഒരു ചെയറും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ റൂമിൽ വെറും 2 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. നാളെ രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മളിവിടുന്ന് സ്ഥലം വിടും. എങ്ങോട്ടാ അതൊക്കെ നിങ്ങൾക്ക് പതുക്കെ വീഡിയോയിൽ വരുന്നതായിരിക്കും. പക്ഷേ അതുവരെ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇത് ഡേ 1 ആണ്. ഞങ്ങൾ ജസ്റ്റ് വിയറ്റ്നാം ഹോച്ചിമിൻ സിറ്റിയിൽ എത്തിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം നമ്മളിവിടെ ഓൾമോസ്റ്റ് 10 ഡേയ്സ് ഉണ്ട്. നമ്മൾ വിയറ്റ്നാം കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ചില സ്ഥലങ്ങൾ ഒഴിച്ചിട്ട്. പക്ഷേ 90% നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം വരുന്നവർ മാക്സിമം അവരൊരു 10 ഡേയ്സ് പ്ലാനായിട്ടായിരിക്കും വിയറ്റ്നാമൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വേർപ്പ് പറഞ്ഞാണ് കേട്ടോ, രണ്ടടിയില്ല. പക്ഷേ 10 ഡേയ്സ് പ്ലാനിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും വിയറ്റ്നാം വരുന്നത്. അപ്പം ഈ ഞങ്ങൾ പോകുന്ന പ്ലാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. അപ്പം എല്ലാ വീഡിയോയും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഞങ്ങൾ ചെറിയ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് കോസ്റ്റ് സേവിങ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. കൂടുതൽ പേരും വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പം ഹാനോയ് ടു ഹോച്ചിമിൻ അല്ലെങ്കിൽ ഹോച്ചിമിൻ ടു ഹാനോയ് അങ്ങനെ തന്നെ ആയിരിക്കും നോക്കുകയുണ്ടാവുക. ചിലർ മാത്രമേ ഹാനോയ് ഒരാഴ്ച ഹാനോയ് അല്ലേ ചുറ്റിപ്പറ്റിയിട്ടും അല്ലെങ്കിൽ ഒരാഴ്ച സൗത്തിലും നോർത്തിലും ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നവർ കുറച്ച് കുറവായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ആക്ച്വലി ഹോച്ചിമിൻ ടു ഹാനോയ് ആണ് ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാരണം അടുത്ത വീഡിയോസിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് ഞങ്ങൾ ഹോച്ചിമിൻ ടു ഹാനോയ് പ്ലാൻ ചെയ്തു, നോട്ട് ദി അതർ വേ അറൗണ്ട്. ഹാനോയ് ടു ഹോച്ചിമിൻ എന്ന് നല്ലൊരു കാരണമുണ്ട്, അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും ദിവസം 10 ഡേയ്സ് വിയറ്റ്നാമിൽ ഹോച്ചിമിൻ ടു ഹാനോയ് ജേർണിയാണ് ഞങ്ങൾ ഈ കംപ്ലീറ്റ് വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഞെക്കുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ കാണുന്ന മിക്ക ആൾക്കാരും ഓൾമോസ്റ്റ് 85% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്കൊരു ഹെൽപ്പായിരിക്കും, ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഞങ്ങൾ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ ഇത് ഫുൾ ടൈം ജോബ് അല്ല, ഞങ്ങൾ 2 പേരും IT പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ടൈം എടുത്തിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വീഡിയോസൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വിയറ്റ്നാം സീരീസ് വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വിയറ്റ്നാമിലെ പുതിയ വീഡിയോസും വിശേഷങ്ങളുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.